എന്ത് സർക്കാരാടോ അല്ലേ? പ്രവാസികൾ നട്ടല്ലാണ്, തേങ്ങയാണ്, മാങ്ങയാണ് എന്ന് പറയാം. എന്നിട്ട് പ്രവാസികൾക്കൊരു പ്രശ്നം വരുമ്പോൾ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരും. പ്രവാസികൾ നമ്മളെ നാടിൻ്റെ നട്ടല്ലാണ് അല്ലേ? ഞാൻ പറയല്ല കേട്ടോ, നമ്മുടെ സർക്കാർ ഗവൺമെൻറ് പറയണതാണ്. ഈ നട്ടല്ലാണെന്ന് പറഞ്ഞ ഗവൺമെൻറ് ഇപ്പോൾ എവിടെയുള്ളത്? പ്രവാസ ലോകത്ത് ഇപ്പോൾ എന്താണ് പ്രതിസന്ധി എന്നുള്ളത് നാട്ടിലെ എല്ലാവർക്കും അറിയാം, സർക്കാരിനറിയാം, നാട്ടിലുള്ള ഒട്ടുമിക്ക രാഷ്ട്രീയ നേതാക്കന്മാർക്കൊക്കെ അറിയാം. ഇവിടെ പ്രതിസന്ധി 2-3 വിധത്തിലാണ്. ഒന്ന് ഞാൻ പറയണില്ല, അതങ്ങനെ പോട്ടെ. രണ്ടാമത്തത് ഇവിടെ ഇപ്പം മഴയും വെള്ളവും കാര്യമൊക്കെ ആയിട്ട് പ്രളയവും സംഗതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. നാട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വിളിച്ച് അന്വേഷിച്ചോ? നമ്മളെല്ലാവരും പറയാറുണ്ട്, നമുക്കൊരുപാട് ആളുണ്ട്, നാട്ടുകാർ, വീട്ടുകാർ, കൂട്ടക്കാർ, കുടുംബക്കാർ, സർക്കാർ പ്രതിനിധികൾ, ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു പ്രതിസന്ധി വന്നപ്പോൾ നിനക്കവിടെ സുഖമാണോ, നിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ കുറഞ്ഞ ആളുകളൊക്കെ ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓലൊക്കെ ഭാഗ്യവാന്മാരാ. ഒരു ചോദ്യം വരാത്ത കുറേ ആൾക്കാരുണ്ടാവും. കുറേ പ്രശ്നങ്ങൾക്കിടയിൽ, പ്രതിസന്ധിയുടെ ഇടയിൽ റൂമിൽ വെള്ളം കയറി, കടയിൽ വെള്ളം കയറി, ജോലിക്ക് പോകാൻ പറ്റാതെ കുറേ ആൾക്കാരിപ്പോൾ ജോലിയിൽ നിന്നൊക്കെ പിരിച്ചു വിട്ടിട്ടുണ്ട്. കുറേ ആൾക്കാർക്ക് ജോലി മാസത്തിൽ 30 ദിവസമാണെങ്കിൽ അതിൽ 15 ദിവസം ജോലി, 15 ദിവസം ലീവാണ്, ശമ്പളമില്ലാത്ത ലീവ്. അത് മഴവെള്ളക്കാരനല്ല, അല്ലെങ്കിൽ മഴയുടെ പ്രതിസന്ധി കൊണ്ടല്ല, അത് ഇവിടുത്തെ ഇപ്പോൾ ഒരു സാഹചര്യം അങ്ങനെയാണ്. ഞാനിപ്പോൾ ഈ പറയാൻ വന്നത് അതൊന്നുമല്ല. പ്രവാസികൾ നാടിൻ്റെ നട്ടെല്ലാണ്. ഇങ്ങനെ പറയുന്ന സർക്കാരിനോട്, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന സർക്കാർ ഇപ്പോൾ എവിടെ ഉള്ളത്? ഞങ്ങൾ കുറേ പ്രവാസികൾ ഇവിടെ ഉണ്ട്, നാട്ടിലേക്ക് ലീവിന് വരാൻ പറ്റാതെ പെട്ട് കിടക്കണേ. ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളുകളാണ് അധികം. അങ്ങനെയുള്ള ആളുകളുടെ 1.5 മാസത്തെ അല്ലെങ്കിൽ 2 മാസത്തെ സാലറി ഒക്കെ കൊടുത്താലേ ഇപ്പോൾ ഫ്ലൈറ്റിന് ടിക്കറ്റ് കിട്ടുള്ളൂ. ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ നിൽക്കേണ്ടത് ഇന്ത്യൻ എയർലൈനുകളൊക്കെയാണ്. ഈ 2 ടീമൊന്നും ഞങ്ങളെ കൂടെ ഇല്ല. ഇന്ന് UAE സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അബുദാബിയിൽ നിന്ന് ഇത്തിഹാദും എയർ അറേബ്യയും, ദുബായിൽ നിന്ന് എമിറേറ്റ്സും ഫ്ലൈ ദുബായും, ഷാർജയിൽ നിന്ന് എയർ അറേബ്യയാണുള്ള ഫ്ലൈറ്റുകൾ. ലാഭം മാത്രം നോക്കി ട്രിപ്പ് നോക്കുന്ന ടീമാണ് നമ്മൾ. പിന്നെ എയർ ഇന്ത്യ, ഇൻഡിഗോ, സ്പേസ് ജെറ്റൊക്കെ. ഒരു പ്രശ്നം വരുമ്പോൾ ഇവരൊക്കെ ഓടി ഒളിക്കുകയാണ് ഇപ്പോൾ ചെയ്തത്. ഇപ്പോൾ ഈ ഇത്തിഹാദും അല്ലെങ്കിൽ എയർ അറേബ്യയൊക്കെ ഒരു പ്രശ്നമില്ലാതെ, ഒരു പ്രയാസമില്ലാതെ ആ റൂട്ടിലൂടെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവർക്കൊന്നും ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് ഈ ഇന്ത്യൻ എയർലൈൻക്ക് ഇപ്പോൾ വന്നത്? അറിയാനായിട്ട് ചോദിക്കുകയാണ്. ഇന്ത്യക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടേണ്ടത് അവരുടെ നാട്ടിലെ എയർലൈനുകളാണ്. ഇത് അവരുടെ നാട്ടിലെ ഫ്ലൈറ്റേ ഇല്ല. ഇവിടെ ഫ്ലൈറ്റിന് ആളുകൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കണേ, എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ഫ്ലൈറ്റ് ഇല്ല, ഫ്ലൈറ്റ് ക്യാൻസലാണ്. പിന്നെ നമുക്ക് എടുക്കാം 1600. ഇപ്പോൾ ഒരു മാസം, ഒരു കഷ്ടി ഒരു മാസമൊക്കെ ഉള്ളപ്പോൾ 190, 200, 250 ദിർഹംസുള്ള ടിക്കറ്റിന് ഇപ്പോൾ 1700, 2000, 2500ഒക്കെയാണ്. എങ്ങനെ പോവുക? ലീവുള്ള ആളുകളുണ്ട്, പ്രതിസന്ധിയായിട്ട് പണിയില്ലാതെ ജോലിയും കൂലിയും പിന്നെ ഫുഡോ കാര്യമൊന്നും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ നാട്ടിൽ പോകണ്ടേ? ഈ 2500, 2000 കൊടുത്തിട്ട് എങ്ങനെ പോകാനാണ്? ഇത് കൊറോണ സമയത്തുണ്ടായി കുറേ ആൾക്കാർ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തെങ്ങാണ്ട് പൈസ ഉണ്ടാക്കുക. അപ്പോൾ അതുപോലൊരു സംഗതി വരും എന്നുള്ള പ്രതീക്ഷയിൽ കുറേ ആൾക്കാർ അങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ പൈസ ഉണ്ടാക്കുന്ന കുറേ ആളുകളുണ്ട്. ഫ്ലൈറ്റ് കമ്പനി തന്നെ അത് നോക്കിയിട്ടുണ്ടാവും, ഇതൊക്കെ ചാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല കുഴപ്പമില്ലാത്ത പൈസക്ക് ഓടാമെന്നൊക്കെ ഉള്ളതിൽ. പക്ഷേ ഈ സമയത്താണ് യാതൊരു പ്രശ്നമില്ലാതെ, പിന്നെ റേറ്റ് കുറച്ച് കൂടുന്നുള്ളൂ, പക്ഷെ എന്നാലും ഈ സമയത്ത് അവർ സർവീസ് നടത്തുന്നുണ്ട്. അവരതിൽ നിന്ന് പിന്മാറിയിട്ടൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ഇന്ത്യൻ എയർലൈനുകൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടണം? നമ്മൾ പ്രവാസികൾ എപ്പോഴും പറഞ്ഞതാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്, നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിന് പോവാത്ത, പിന്നെ കറക്റ്റ് ടൈമിന് ഇറങ്ങാത്തൊക്കെ ഫ്ലൈറ്റ്. എത്ര ആൾക്കാരാണ് ഈ എയർപോർട്ടിലും അല്ലെങ്കിൽ ഫ്ലൈറ്റിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്? ഏതെങ്കിലും ഒരു പുറത്തുള്ളൊരു എയർലൈൻ ഇങ്ങനെ ബുദ്ധിമുട്ട് ഇതാക്കിയ ആരെങ്കിലും അനുഭവത്തിലുണ്ടോ? ഇപ്പോൾ ഇവിടുന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തിഹാദ് ഉണ്ട്, എയർ അറേബ്യ ഉണ്ട്, എമിറേറ്റ്സ് ഉണ്ട്, ഫ്ലൈ ദുബായ്, ഇങ്ങനെയുള്ള ഫ്ലൈറ്റുകളൊക്കെ പോകുന്നുണ്ട്. നല്ല സർവീസാണ്. ചാർജ് കൂടാൻ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ ഫ്യൂലൊക്കെ റേറ്റ് കൂടിയതാണ്.
ആ ബേസിൽ ചാർജ് കൂടി ഉണ്ടാവും. എങ്കിലും ഒന്നില്ലെങ്കിൽ മറ്റൊന്നിന് പ്രശ്നമാണ്. ഇതിൽ ഇവരല്ലാത്ത മറ്റുള്ള എയർലൈനുകൾ ഉണ്ടാകുമ്പോൾ ചെറിയൊരു ഡിഫറൻ്റൊക്കെ വരും. ഇപ്പോൾ ഒരു 1500 ഉള്ളത് ചിലപ്പോൾ ഒരു 1000 ആയിട്ട് കുറയും. ഇത് മറ്റുള്ള ഇല്ലാത്തതുകൊണ്ടാണ് കുറേയൊക്കെ അങ്ങനത്തെ ഒരു ഹൈ പ്രൈസായിട്ട് നിൽക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കൊടുമ്പിരി കൊണ്ട ചതി കാണിച്ചിട്ടും ഈ സർക്കാർ നമ്മോട് കാണിക്കുന്ന ഈ ചതി ഉണ്ടല്ലോ, എന്ത് സർക്കാരാണോ അല്ലേ? പ്രവാസികൾ നട്ടല്ലാണ്, തേങ്ങയാണ്, മാങ്ങയാണ് എന്ന് പറയാം. എന്നിട്ട് പ്രവാസികൾക്കൊരു പ്രശ്നം വരുമ്പോൾ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരും. ഇലക്ഷൻ്റെ നാട്ടിൽ വോട്ടൊക്കെ ചെയ്യുമ്പോൾ വോട്ട് ചെയ്യാറുണ്ടപ്പോൾ പ്രതിസന്ധി കൊണ്ട് വോട്ട് ചെയ്യുക. അല്ലാതെ ഇപ്പം നിങ്ങളെ വിജയിപ്പിച്ച് പിന്നെ MLA ആക്കിയിട്ടോ മന്ത്രി ആക്കിയിട്ടോ എന്ത് കാര്യമാണ് ആളുകൾക്ക്? ഒരു കാര്യമില്ല. നിങ്ങൾ നന്നാവും, പാവപ്പെട്ട ജനങ്ങൾക്ക് എന്ത് കിട്ടാനാ? പൊട്ടന്മാർ, ഞാനടക്കമുള്ളവർ. അപ്പം ഇനി പ്രവാസികളൊരു കാര്യം തീരുമാനിക്കുക. ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മളെ സഹായിക്കാത്ത ഫ്ലൈറ്റുകളെ ബഹിഷ്കരിക്കുക. അതേ ഇപ്പോൾ ഇതിൽ മാർഗമുള്ളൂ. ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മളെ സഹായിക്കാൻ ഇവരുണ്ടായിട്ടില്ല. ഇവർ ലാഭമില്ല അതില്ല ഇറങ്ങാണ്ട് സേഫ്റ്റി നോക്കിയിട്ട് ഓടി ഒളിച്ചു ഇവരൊക്കെ. ഈ സമയത്തും ഇതേ റൂട്ടിലൂടെ ഈ പ്രതിസന്ധിയൊക്കെ മറികടന്നിട്ട് നമ്മളെ സർവീസ് നമുക്ക് നടത്തി തരുന്നത് ഇവിടെയുള്ള എയർലൈനുകളാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പണിയെടുക്കുന്ന കാശല്ലേ, നമ്മുടെ ഇഷ്ടമല്ലേ? വെറുതെ എന്തിനാണ് ഈ വണ്ടിക്ക് പോകാൻ നിൽക്കുന്നത്? നല്ല ഫ്ലൈറ്റിൽ 200-300 കൂടിയാലും കുഴപ്പമില്ല, നല്ല ഫ്ലൈറ്റിന് യാത്ര ചെയ്യുക. പരമാവധി ആളുകൾ നമ്മുടെ ഇന്ത്യൻ എയർലൈനുകളെ ഒഴിവാക്കുക. ഞാൻ അതിന് ഇനി എത്ര റേറ്റ് കൂടിയാലും നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ആരോട് പറയാനാണ്? ഒരാളോടും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ അതിന് ടിക്കറ്റ് എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഈ പ്രശ്നമൊക്കെ തീർന്ന് സാധാ നോർമലി ആയി കഴിഞ്ഞാൽ അവരൊക്കെ തിരിച്ചു വരുമല്ലോ. ആ സമയത്ത് അവർ വന്നോട്ടെ, അവർ പോയിക്കോട്ടെ. പരമാവധി ആളുകൾ ഇങ്ങനെയുള്ള ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുക്കാതിരിക്കുക. ഇത്തിഹാദ്, എമിറേറ്റ്സൊക്കെ നല്ല അടിപൊളി സർവീസാണ്. പോവാത്തവരൊക്കെ അതിലൊക്കെ ഒന്ന് പോകണം. യാത്രയൊക്കെ പോകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോയിക്കൂടെ, ഹാപ്പി ആയിട്ട് പ്രൗഡി ആയിട്ട്. ഈ സീറ്റിൽ നിന്ന് നീച്ചാൽ നമ്മൾ നീക്കണതിൻ്റെ കൂടെ സീറ്റ് പോരും. എക്സ്പ്രസിൻ്റെ കണ്ടിട്ടുണ്ടോ? പല ഭാഗങ്ങളും പൊട്ടി പൊളിഞ്ഞിട്ടും ഇങ്ങനത്തെ ഒരു സാധനം അല്ലേ, ഒരു മെയിൻ്റനൻസ് എന്ന സംഗതി ആ ഫ്ലൈറ്റുകൾക്കൊന്നുമില്ല. ഇവിടുന്ന് പൊന്തിയാൽ അടുത്ത എയർപോർട്ടിൽ ഇറങ്ങി. അപ്പോൾ അതുകൊണ്ട് നല്ല ഫ്ലൈറ്റ്, നല്ല സർവീസ് നോക്കിയിട്ട് ടിക്കറ്റ് എടുക്കുക. ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യാത്ത എയർലൈനുകളൊക്കെ നമ്മളാണ് മാറ്റി വെക്കുക. ഓക്കെ, താങ്ക് യു.